അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭ്യമാവേണമോ? എന്താ വേണ്ടത്? ഈമാനും തഖ്വയും വേണമെന്നാണ് പ്രപഞ്ചനാഥൻ പഠിപ്പിക്കുന്നത് സമൂഹത്തെ. പടച്ചവനിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള തഖ്വ, അത് ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ അപ്പോഴാണ് അവന് ബർക്കത്ത് ലഭ്യമാവുന്നത്. കൊടിയിൽ നിന്ന്, വടിയിൽ നിന്ന്, മുടിയിൽ നിന്ന്, മറ്റുള്ള എന്തിൽ നിന്നെങ്കിലും ബർക്കത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ രീതിയിൽ ഗൈബിയായ ബർക്കത്ത് വല്ലതിൽ നിന്നും പ്രതീക്ഷിച്ചാൽ അത് ബിംബാരാധനക്ക് തുല്യമാണ് എന്ന പ്രവാചകൻ സ്വന്തം അനുയായികളെ പഠിപ്പിച്ചത്. ഹുനൈനിലേക്ക് നടന്നു നീങ്ങുന്ന, ഹുനൈനിലേക്ക് മാർച്ച് ചെയ്യുന്ന അനുയായികൾ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു, പ്രവാചകരെ, കുഫാറുകൾക്ക് ഒരു മരമുണ്ട്, അവരുടെ ആയുധങ്ങൾ തൂക്കിയിട്ട് ബർക്കത്തെടുക്കാൻ അവർക്ക് ദാത്തൻവാത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഇജ്അൽനാദാത്തൻവാത്ത്, ഞങ്ങൾക്കും അത്തരത്തിലൊരു മരം നിശ്ചയിച്ചു തരണം, ഞങ്ങളുടെ ആയുധങ്ങൾ ചാരിവെച്ച് തൂക്കിയിട്ട് കൊളുത്തിയെടുത്ത് ബർക്കത്തെടുക്കാൻ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം. നോക്കൂ നിങ്ങൾ, യുദ്ധത്തിലേക്ക് പോകുന്ന അനുയായികളുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ അത്തരത്തിൽ ഒരു ബർക്കത്തെടുക്കൽ ഇസ്ലാമിലുണ്ടെങ്കിൽ പ്രവാചകൻ തന്റെ മുടിയൊന്ന് പറിച്ച് ഒരു മരത്തിൽ വെച്ച്, അതല്ലെങ്കിൽ തന്റെ ഷർട്ടിന്റെ ഡ്രസ്സിന്റെ ഒരു ഭാഗമെടുത്ത് ഒരു മരത്തിൽ തൂക്കിയിട്ട് വല്ലതുമൊക്കെ കാണിച്ച് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി എടുത്തോ എന്ന് കൽപ്പിക്കുമായിരുന്നു. എങ്കിൽ ഈ ചോദ്യം കേട്ട ഉടനെ പ്രവാചകന്റെ മുഖം ചുകന്നു. പ്രവാചകൻ ആ സമൂഹത്തോട് ആവശ്യപ്പെട്ടതെന്താ? ആ സമൂഹത്തോട് പ്രതികരിച്ചതെങ്ങനെ? അല്ലാഹു അക്ബർ, പടച്ചവൻ മഹാൻ. ഹാദാ കമാ സുഇല മൂസ. ഈ ചോദ്യം മൂസ അലൈഹിസ്സലാമയുടെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചതിന് തുല്യമാണ്. എന്താ മൂസായുടെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചത്? സൂറത്ത് അഅറാഫിലെ 138-ാമത്തെ വചനത്തിൽ പടച്ചവൻ അത് പഠിപ്പിക്കുന്നു. ആ കടൽ കടന്നു പോകുന്ന മൂസ അലൈഹിസ്സലാമയുടെ അനുയായികൾ ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. ഫഅതൗ അലാ ഖൗമിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആ സമൂഹം മൂസ അലൈഹിസ്സലാമയോട് പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം. മൂസ, ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ നിശ്ചയിച്ചു തരണം, അവർക്കൊരുപാട് വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ. ഇതിനു സമാനമാണ് ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചു തരണം ബർക്കത്തെടുക്കാൻ എന്ന നിങ്ങളുടെ ചോദ്യം, സഖാക്കളെ, സഹാബികളെ, നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ആ സമൂഹത്തിന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയത്. അഥവാ വൈബിയായിട്ടുള്ള ബർക്കത്ത് പടച്ചവനിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ആ ഇസ്ലാമിന്റെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദിന്റെ ആ ആദർശം, ആ അടിത്തറയിൽ അവരെ വളർത്തിയെടുക്കുകയാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത്. അതിനു സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇങ്ങനെ പടച്ചവനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നീട് എല്ലാ മേഖലയിലും അവർ നന്നാകും. നോക്കൂ നിങ്ങൾ, പടച്ചവനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു സമൂഹം, ലഹരിക്കടിമപ്പെട്ടിരുന്ന ആ സമൂഹം പടച്ചവനെ മനസ്സിലാക്കിയപ്പോൾ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. 3 ഘട്ടങ്ങളിലായി ഖുർആൻ ലഹരിയുടെ അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഒരു ചോദ്യം, മറ്റുള്ള ദോഷങ്ങളെക്കാളൊക്കെ കൂടുതൽ ഇതാ നിങ്ങളുടെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു, അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. എന്റെ റബ്ബിനെ മനസ്സിലാക്കിയ ഒരു സമൂഹം വളർന്നു വന്നപ്പോൾ ആ രീതിയിൽ ലഹരിയിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ടു. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ഡിസംബർ 31 രാത്രിയും പകലുമായി കേരളക്കര കുടിച്ചു തീർത്തത് എത്രയാണ് എന്ന് പത്രങ്ങളിൽ നമ്മൾ കണക്ക് വായിച്ചതാണ്. ഈ സമൂഹത്തെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണമെങ്കിൽ മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള നവോത്ഥാനത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ. വ്യഭിചാരം ശീലിച്ചൊരു സമൂഹം, സ്വന്തം മകൾക്ക് പ്രായപൂർത്തിയായാൽ അതറിയിക്കാൻ വേണ്ടി വീട്ടിൽ കൊടിനാട്ടിയിരുന്ന സമൂഹം, എന്നിട്ടോ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവസാനം കുഞ്ഞ് ഗർഭിണിയായി
പ്രസവവും കഴിഞ്ഞ് എന്നിട്ട് അവർ നിക്കാഹ് നടത്തിയിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വിവാഹം എന്നിട്ടായിരുന്നു. തന്റെ മകൾ പ്രസവിച്ച കുഞ്ഞിനെ കിടത്തിയിട്ട് അവർ മുഖച്ഛായ പറയുമായിരുന്നു. കുഞ്ഞിന്റെ ചുണ്ടും ചിരിയൊക്കെ കണ്ടാൽ ഇന്ന ആളുടെ കുട്ടിയാണ്, കയ്യും കാലൊക്കെ കണ്ടാൽ ഇന്ന ആളുടെ കുട്ടിയാ. കാരണവന്മാർ കൂടും, അമ്മാവനുണ്ടാകും, എളാപ്പയുണ്ടാകും, മൂത്താപ്പയുണ്ടാകും. ഇവരൊക്കെ കൂടിയിട്ട് കുട്ടിയുടെ മുഖച്ഛായ നോക്കിയിട്ട് പറയും അത് ഇന്ന ആളെ കുട്ടിയാ. അയാളെ വിളിച്ചു വരുത്തും. എന്നിട്ടാ നിക്കാഹ് നടത്തിയിരുന്നത്. നോക്കൂ നിങ്ങൾ, ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചു. വലാ തഖറബു സിന ഇന്നഹു കാന ഫായിശതൻ വസാഅ സബീല. നിങ്ങൾ സിനയോടടുക്കരുത്, സിനയോടടുക്കരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോടടുക്കരുത്. ആ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന നോട്ടം, സംസാരം, ഡ്രസ്സിങ്, പെരുമാറ്റം ഒന്നും പാടില്ല. കാരണം ആ സിനയുണ്ടല്ലോ, വ്യഭിചാരമുണ്ടല്ലോ. ഇന്നഹു കാന ഫായിശതൻ വസാഅ സബീല. വളരെ മോശമാണത്. അതിന്റെ മാർഗം വളരെ ദുഷിച്ചതാണ്. കടുത്ത ശിക്ഷയാണുള്ളത്. നോക്കൂ നിങ്ങൾ, നവോത്ഥാനം സമൂഹത്തെ വളരെ നന്നാക്കി ധാർമ്മികമായി ഉയർത്തിയെടുത്തു. പ്രവാചകന്റെ അടുക്കൽ വ്യഭിചരിക്കാൻ അനുമതി ചോദിച്ച് അതിനൊരാളെ ഏർപ്പാടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുള്ള ആളെ പ്രവാചകൻ വിളിച്ചു ഉപദേശിച്ചു. മൗഇളത്തുൻ ഹസന നടത്തി. അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറി പടച്ചവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ നവോത്ഥാനത്തിനല്ലാതെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, കൊലയുടെയും കൊള്ളിവെപ്പിന്റെയും എല്ലാറ്റിന്റെയും എല്ലാവിധ അധാർമികതയുടെയും വക്താക്കളായിരുന്ന ഖാടൻ അറബികളെ മാറ്റിയെടുത്തു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നവോത്ഥാനമുണ്ടാക്കിയവർക്ക് എങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ആ ഏകനായ റബ്ബിന് കീഴ്പ്പെടുത്തിയിട്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, കുഫ്റിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്തു. നോക്കൂ നിങ്ങൾ, കഷ്ടപ്പെടുന്നവനെ സഹായിക്കണമെന്ന ചിന്തയില്ലാത്ത ആളുകളായിരുന്നു ഖാടൻ അറബികൾ. സ്വന്തം കാര്യം മാത്രം, സ്വന്തം കുടുംബക്കാര്യം മാത്രം. അവർ ചോദിച്ചത് സൂറത്തു യാസീനിൽ അള്ള എടുത്തു ധരിച്ചിട്ടുണ്ട്. അള്ള കൊടുക്കാൻ വിചാരിക്കാത്തവന്, അള്ള ഭക്ഷണം നൽകാൻ വിചാരിക്കാത്ത ആൾക്ക് നമ്മളെങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് തികയാ എന്നായിരുന്നു അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ആ ചോദ്യം പ്രവാചകൻ അവരെ പരിവർത്തിപ്പിച്ചു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ സാധ്യമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കാത്തിടത്തോളം കാലം. വാത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബ്നസ് സബീൽ വസ്സായിലീൻ വഫിർ റിഖാബ്. ഇതാ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അതിനോട് ഇഷ്ടമുള്ളതോടൊപ്പം ചെലവഴിക്കണം. സമ്പത്ത് പോക്കറ്റിലെ ബാങ്കിലെ കറൻസി മാത്രമല്ല സമ്പത്ത്. നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ ആയുസ്, സമയം, നമ്മളുടെ ചിന്ത, ബുദ്ധി, കഴിവ്, സ്വാധീനം, പടച്ചവൻ നൽകിയിട്ടുള്ള ഇതൊക്കെ മാലി എന്ന വ്യാപകമായ അർത്ഥത്തിൽ വരും. ആ ധനം, ആ സമ്പത്ത് അപരനു വേണ്ടി അതിനോട് ഇഷ്ടമുള്ളതോടൊപ്പം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ആർക്കൊക്കെ കൊടുക്കണം? അടുത്ത ബന്ധു, അനാഥ, അഗതി, വിധവ, ചോദിച്ചു വരുന്നവൻ, യാത്രക്കാരൻ. പിരടിയുടെ മോചനം, വഫിർ റിഖാബ്, പിരടിയുടെ മോചനം. പിരടിയിൽ കഷ്ടപ്പാടിന്റെ ഒരുപാട് ഭാണ്ഡങ്ങളും പേറി നടക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. പട്ടിണി പാവങ്ങൾ. പട്ടിണിക്ക് ജാതിയും മതവുമില്ല, വർഗവും ദേശവും ഭാഷയുമില്ല. രോഗത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ പേറി നടക്കുന്ന ആളുകളുണ്ട്. മരുന്ന്, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനു വക കണ്ടെത്താതെ സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളെ അവരുടെ പിരടിയിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, യത്തീംഖാനകൾ തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയതാ യത്തീംഖാന. അന്നവരെ പരിഹസിച്ചു, യത്തീമും ഖാനഹു, യത്തീമിനെ വഞ്ചിക്കുന്നവനാണ് എന്ന്. പക്ഷേ യത്തീംഖാന ഇന്ന് വീണ്ടും നവോത്ഥാനത്തിലേക്ക് പോവണം. നമ്മൾ യത്തീംഖാന എന്ന സംവിധാനം ഉടച്ചു വാർക്കണം. സ്വന്തം വീട്ടിൽ നിർത്തി യത്തീം കുട്ടികളെ
അവിടെ നിർത്തി ഉമ്മയുടെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടതൊക്കെ എത്തിയെടുത്ത് അവിടെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഖുർആനിന്റെ പ്രയോഗം എടുത്തു നോക്ക് നിങ്ങൾ. യതീമിനെ ആദരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഒരു യതീം കുട്ടിയെ മടിയിലിരുത്തി സ്വന്തം കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ ലാളിച്ചിട്ടുണ്ടോ നമ്മൾ? ലാളിക്കണം, അവനെ തലോടണം, അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം. ആ രീതിയിൽ ഇനിയും ഈ മേഖലയിൽ ഓർഫൻ കെയർ വ്യാപകമാവേണ്ടതുണ്ട്. നവോത്ഥാന മേഖലകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്, മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിൽ. നോക്കൂ നിങ്ങൾ, ഇത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് വിരുദ്ധമായി ബഹുമാന്യരായ സമസ്തയുടെ ഉസ്താദുമാർ ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ പാടില്ല, അമ്പിയാക്കളോടും മൗലിയാക്കളോടും തേടാൻ പാടില്ല, ഇസ്തിഗാസ നടത്താൻ പാടില്ല, അവർ കൊയ്പറിയുകയില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മൾ പരിവർത്തനങ്ങളുണ്ടായി. അപ്പോഴാണ് ഒരു പറ്റം സുഹൃത്തുക്കള് ജമാഅത്തെ ഇസ്ലാമിക്കാർ കടന്നു വരുന്നത്. അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഫാൾട്ട് എന്താ? ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു എന്നതാണ്. ഇവിടെയുള്ള ഗവൺമെന്റിന്റെ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ അത് അനുസരിച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന് ദാസ്യവേല ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അവരെ അനുസരിക്കലാണ്, അത് ശിർക്കാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ആ ടീം നോക്കൂ നിങ്ങൾ. ഇന്ന് അവർ മാറ്റിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് മുജാഹിദുകൾക്കെതിരെ അവർ ആരോപണം ഉന്നയിച്ചത് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു നേതാവും മതത്തിൽ മറ്റൊരു നേതാവും എന്നായിരുന്നു. ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് അവരുടെ ആ വാദം തനി പൊള്ളത്തരമായിരുന്നു, പൊട്ടത്തരമായിരുന്നു എന്ന് പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ഇന്ന് അവർക്ക് രാഷ്ട്രീയത്തിൽ വേറെ ചില നേതാക്കളും മതത്തിൽ വേറെ ചില നേതാക്കളുമാണ്. ആ രീതിയിൽ ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് നയിച്ച് ഗവൺമെന്റുമായി സഹകരിക്കാത്ത ഒരവസ്ഥയുണ്ടാക്കിയിട്ട് വിദ്യാലയങ്ങളൊക്കെ കലാലയങ്ങളൊക്കെ കൊലാലയങ്ങളാണ് എന്ന് സമൂഹത്തെ പരിചയപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറിയപ്പോൾ അവിടെയും മുജാഹിദ് പ്രസ്ഥാനം സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം ഇടപെടുകയും സമൂഹത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ അതുപോലെ തന്നെ ഭക്തിയുടെ നിറകുടങ്ങൾ എന്നൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന വിധത്തിൽ ബഹുമാന്യരായ സുഹൃത്തുക്കളുണ്ട്, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുണ്ട്. പക്ഷെ അവിടെയും പോരായ്മകളുണ്ട്. പലപ്പോഴും പ്രമാണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ഫളായിലു കിതാബുകൾ വായിച്ച് അങ്ങനെയുള്ള കുറെ കെട്ടുകഥകളിൽ ജനങ്ങളെ തളച്ചിടുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ മഹത്വം പറയുമ്പോൾ ഒരു മഹാന്റെ കഥ എങ്ങനെ പറയും? ഫളായിലു കിതാബുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ മഹാന്റെ പ്രത്യേകത? 40 വക്ത് ഒരു ഒതു കൊണ്ട് നമസ്കരിച്ചു അയാൾ. ഇത് നമസ്കാരത്തിന്റെ മഹത്വമാണോ? 40 വക്ത് ഒരു ഒതു കൊണ്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? 5 ദിവസം അദ്ദേഹം യാതൊരു തരത്തിൽ ഉളു മുറിയുന്ന ഒരു പ്രശ്നമില്ലാതെ കഴിച്ചുകൂട്ടി എന്ന. ഇത് നമസ്കാരത്തിന്റെ മഹത്വമല്ല. മറ്റൊരു മഹാന്റെ അടുക്കൽ പുറത്തുള്ള മുറിവ് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ എത്തിയപ്പോൾ ഉമ്മ ഉപദേശിച്ചു, ഇപ്പോൾ ഓപ്പറേഷൻ നടത്തേണ്ട, നമസ്കരിക്കുമ്പോൾ ഓപ്പറേഷൻ നടത്തിയാൽ മതി. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഓപ്പറേഷൻ നടത്തി. കാരണം എന്താ? നമസ്കാരത്തിൽ അദ്ദേഹത്തിന് അത്രമാത്രം ഏകാഗ്രതയുണ്ടാകുന്ന ഒരു വേദന പോലും അറിഞ്ഞില്ല. ഇത് നമസ്കാരത്തിന്റെ മഹത്വമല്ല. ഈ രീതിയിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് താടി സുന്നത്താണ്, ഇസ്ലാമിലുണ്ട്. പക്ഷെ താടിയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ രോമം പ്രവാചകന്റെ മുമ്പിൽ വന്നൊരു സഹാബി ഒരു രോമം മാത്രം വളർത്തിയിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം പുറത്തുപോയി അത് വെട്ടിക്കളഞ്ഞു ആ രോമം. കാരണം പ്രവാചകൻ എന്നെ കളിയാക്കി ചിരിച്ചതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഫളായിലു കിതാബിൽ വായിക്കാൻ പറ്റും. അവസാനം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എവിടെ പോയി ആ ഒരു രോമം? പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എന്നെ കളിയാക്കിയാണ് ചിരിക്കുന്നത് എന്ന് കരുതി ഞാനത് വെട്ടിക്കളഞ്ഞു. അപ്പൊ പ്രവാചകൻ പ്രതിവചിച്ചു അത്രേ, അല്ല, നിന്നെ കളിയാക്കിയതല്ല, സ്വർഗത്തിലെ ഹൂറിലീങ്ങൾ സ്ത്രീകൾ ആ രോമത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരെ നോക്കി ചിരിച്ചതാണ് എന്ന്.
പ്രവാചകനെ മോശമാക്കലല്ലേ? ഈ രീതിയിൽ നോക്ക്, ഫളായിൽ കിതാബുകളിൽ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് മനുഷ്യരെ തെറ്റിക്കുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവുന്നുണ്ട്. തിരിച്ചറിയേണ്ടതുണ്ട്. ധാർമ്മികതയുടെയും നവോത്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ, യഥാർത്ഥ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരണം. കെട്ടുകഥകൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാം വളരെ ബുദ്ധിപരമാണ്. പ്രമാണങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കാലാകാലങ്ങളിൽ എന്നും പ്രാവർത്തികമാക്കാവുന്നതാണ്. ആർക്കും പ്രാവർത്തികമാക്കാവുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും തത്വങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഖേദകരമെന്ന് പറയട്ടെ, അടുത്ത കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പിളർപ്പിലൂടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച, കടത്തിക്കൊണ്ടുവന്ന് തങ്ങളുടെ യുവജന വിഭാഗത്തെയും വിദ്യാർത്ഥി വിഭാഗത്തെയും ആ അന്ധവിശ്വാസങ്ങളിൽ തളച്ചിട്ട ബഹുമാന്യനായ ചില പണ്ഡിതന്മാരുണ്ട്. മുജാഹിദുകൾ എന്ന് അവകാശപ്പെട്ട് നവയാഥാസ്ഥികത്വത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുള്ള ആളുകൾ. അവരെയും ശക്തമായി നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കുമെന്ന വാദം എന്ന് പറഞ്ഞാൽ, അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കാം, അവരോട് സഹായം തേടാം, അവർ നമുക്ക് ഉത്തരം നൽകുമെന്ന് സമസ്തയുടെ ഉസ്താദുമാർ പഠിപ്പിക്കുമ്പോൾ ഈ ടീം സമൂഹത്തെ പഠിപ്പിക്കുന്നത് ആ സ്ഥാനത്ത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്ഥാനത്ത് ജിന്നുകളെയും മലക്കുകളെയും സ്ഥാപിച്ചു എന്ന മാറ്റം മാത്രം. വേറെ ഒരു തരത്തിലും ഒരു മാറ്റവുമില്ല. ആ രീതിയിൽ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നവർ ജിന്ന് രോഗമുണ്ടാക്കും, ജിന്ന് ശരീരത്തിൽ കയറിക്കൂടും, യഥേഷ്ടം സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. അഡ്രസ്സില്ലാത്തവരുടെ, ജീവിച്ചിരിക്കാത്തവരുടെ, വിദേശത്തുള്ള സ്വദേശത്തുള്ള ഇവരുടെയൊക്കെ രൂപത്തിലും ഭാവത്തിലും ജിന്നുകൾ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഈ രീതിയിൽ നമ്മളുടെ നിർഭയത്വം തന്നെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ശിർക്കൻ വാദങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരും ഇന്ന് നാട്ടിലുണ്ട്. നവോത്ഥാനത്തിന്റെ ശത്രുക്കളാണ്. മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള നവോത്ഥാനത്തിന്റെ ശത്രുക്കളാണ്. തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ. ഈ നവോത്ഥാനത്തിലേക്ക്, മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള നവോത്ഥാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ ഈ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതം വരാനുണ്ട്. മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല ഈ ജീവിതം. നേരെ മറിച്ച് മരണത്തോടുകൂടി യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ് എന്ന ആ തിരിച്ചറിവിലേക്കെത്തി ആ മരണാനന്തരമുള്ള ജീവിതത്തിൽ, ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിച്ച് മുന്നേറാൻ സാധിക്കണം. പരലോകത്തിലെത്തുമ്പോൾ പടച്ച തമ്പുരാൻ നമ്മെ സ്വാഗതം ചെയ്യണം. ഫദ്ഖുലി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, എന്റെ അടിമകളോടൊപ്പം സ്വയം തൃപ്തിപ്പെട്ട, മറ്റുള്ളവരുടെ തൃപ്തി നേടിയെടുത്തിട്ടുള്ള എന്റെ അടിമകളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പടച്ച തമ്പുരാൻ, പ്രപഞ്ചനാഥൻ സ്വാഗതം ചെയ്ത് സ്വർഗപ്രവേശം നേടിയെടുക്കുന്ന ആ ഉത്തമ അനുയായികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ എല്ലാവരും മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള നവോത്ഥാനത്തിലേക്ക് മുന്നേറേണ്ടതുണ്ട്. മതമെന്ന് പറയുന്നത്, ആവർത്തിക്കട്ടെ, പൂർണ്ണമായ സമർപ്പണമാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ എല്ലാം, എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം പടച്ചവനെ, നീ എന്നെ സൃഷ്ടിച്ച ആ പടച്ചവൻ നിനക്കുതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ എല്ലാ നിഖില മേഖലകളിലും, വ്യക്തിയിൽ, അതുപോലെ കുടുംബജീവിതത്തിൽ, സാമൂഹിക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ രാഷ്ട്രീയ മേഖലകളിൽ, എല്ലാ മേഖലകളിലും നിന്റെ കൽപ്പനക്ക് വിധേയമായി ഞാൻ ജീവിക്കും. നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ആരാധനയുടെ ഒരു ഭാഗവും പടപ്പുകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയില്ല എന്ന ഈ മതത്തിന്റെ ധാർമ്മികതയിൽ ഊന്നിയിട്ടുള്ള ഈ തത്വം ഉൾക്കൊണ്ടാൽ യഥാർത്ഥ നവോത്ഥാനത്തിലേക്ക് കടന്നുവരാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഈ കൂട്ടായ്മ അതിന് നമുക്ക് തുണയായി തീരട്ടെ. പടച്ചവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ
وعلى آله وصحبه أجمعين. ബഹുമാന്യരായ വേദിയിലുള്ള കെ പി സക്കരിയ, അലിമദനി മൊറയൂർ, മൊയ്തീൻകുട്ടി സുല്ലമി, ഈ പരിസരത്ത് തന്നെ ഉള്ള ഇപ്പം വേദിയിൽ എത്തിച്ചേരുന്ന അബൂബക്കർ നസാഫ്, ഉദ്ഘാടനം നിർവഹിച്ച MA മുഹമ്മദ് അലി സുല്ലമി, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, അഞ്ചു മണിക്ക് മുമ്പ് തുടങ്ങിയ നമ്മുടെ ഈ ഓപ്പൺ ഫോറം അതിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. വിഷയാവതരണവും ഉദ്ഘാടന പ്രസംഗവും ഇവിടെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം എന്ന നിലയ്ക്ക് ദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടിയല്ല നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. നമസ്കാരത്തിന് വേണ്ടി പിരിഞ്ഞിട്ടുള്ള ഈ ഇടവേളയിൽ നമ്മുടെ ആളുകളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഈ പരിപാടി ശ്രദ്ധിക്കുവാൻ വേണ്ടി പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്ന ജിജ്ഞാസുക്കളായ, അറിയാനും അന്വേഷിക്കാനും താൽപര്യമുള്ള ധാരാളം ആളുകൾ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു ലക്ഷണമായിട്ട് കാണുകയാണ്. കാരണം ഇന്ന് സംഘടനകളെല്ലാം തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും കമ്പാർട്ട്മെന്റ്വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് കൂട്ടരുടെ പരിപാടിയാണോ അതിൽ അവര് കുറച്ച് വന്ന് ഇരുന്നോട്ടെ, നമ്മൾക്കത് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ISM ചെറിയ പ്രചരണം മാത്രം നടത്തി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അല്ലാത്ത ആളുകളടക്കം ധാരാളം പേർ ഈ പരിപാടി ശ്രദ്ധിക്കുവാനും സംശയങ്ങൾ ചോദിക്കുവാനും അറിയുവാനുള്ള, അന്വേഷിക്കുവാനുള്ള താൽപര്യത്തോടുകൂടി ഈ പരിപാടിയിൽ ആദ്യം മുതലേ തന്നെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ ഈ പരിപാടിയുടെ പ്രസീഡിയത്തിലുള്ള ഒരാൾ എന്ന നിലക്ക് അതിന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല എന്നതാണ് ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് വർഗീയത വളരുവാനുള്ള ഏറ്റവും വലിയ കാരണമായി സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധാർമികതയിലും അഭിരമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അവർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കുവാനും പഠിക്കുവാനും അവർ തയ്യാറാകുന്നില്ല എന്നതാണ്. എന്റെ സംഘടന പറഞ്ഞത്, എന്റെ ഉസ്താദ് പറഞ്ഞത്, എന്റെ മൗലവി പറഞ്ഞത്, എന്റെ നേതാവ് പറഞ്ഞത്, അതിലപ്പുറത്ത് ഒരു ശരിയില്ല. കാരണം അദ്ദേഹം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രമാണങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിയാര് പറഞ്ഞ മുസ്ലിമിന് മതം, കത്തനാര് പറഞ്ഞ ക്രിസ്ത്യാനിക്ക് മതം എന്ന് പറഞ്ഞതുപോലെ മതരംഗത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നാം നമ്മുടെ മതപരമായ എല്ലാ കാര്യങ്ങളും പുരോഹിതന്മാരെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ആ പുരോഹിതന്മാർ ഞങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്, ആ പുരോഹിതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചിട്ടുണ്ട്, ആ പുരോഹിതന്മാർ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അത് ഞങ്ങൾ അങ്ങനെ നടപ്പാക്കുന്നു എന്നാണ്. ഈ വിധത്തിൽ ഈ അടുത്ത ദിവസം കണ്ട ഒരു രംഗം, പൗരോഹിത്യം എത്ര ശക്തമായ വിധത്തിൽ നമ്മുടെ സമൂഹത്തെ
വലയം ചെയ്തിട്ടുണ്ട്, വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നിത്യേന നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഒരു മരണ വീട്ടിൽ കണ്ട ഒരു രംഗം, മയ്യിത്തിനോട് ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം, ഇസ്ലാമിന്റെ തത്വപ്രകാരം മയ്യിത്തിനോട് അവരുടെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും അഭ്യുതകാംക്ഷികൾക്കും ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്താണ്? അയാൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യിത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ കുറെ സ്ത്രീകൾ ഒളുവെടുത്ത് തയ്യാറായി നിൽക്കുമ്പോൾ ഒരു മുസ്ലിയാർ, അവരുടെ ബന്ധുവല്ല, അതേപോലെ തന്നെ ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട ആരുമല്ല, ഈ നാട്ടിൽ മരിച്ച വീട്ടിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതിന്റെ അതോറിറ്റി ഞാനാണ് എന്ന രൂപത്തിൽ പള്ളിയിലെ ഒരു മുസ്ലിയാർ വന്നുകൊണ്ട് മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സ്ത്രീകളെ അതിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയാണ്. പെണ്ണുങ്ങളെ മയ്യിത്ത് നമസ്കരിക്കേണ്ടതില്ല, അത് ഫർളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മയ്യിത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ സ്ത്രീകളെ മയ്യിത്തിന് വേണ്ടി ചെയ്യുവാനുള്ള അന്തിമ കർമ്മങ്ങൾ പോലും ചെയ്യാൻ അനുവദിക്കാതെ, പക്ഷേ ആ പെണ്ണുങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. സുന്നത്തായ കാര്യമാണെങ്കിൽ ഞങ്ങളത് ചെയ്യുകയാണ്, മയ്യിത്തിനോട് ഞങ്ങൾ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുസ്ലിയാരുടെ പുരോഹിതന്റെ ആക്രോശത്തെ, ഇടപെടലിനെ അകന്നുകോടിയിൽ തള്ളിക്കൊണ്ട് ആ സ്ത്രീകളെല്ലാം തന്നെ അവിടെ മയ്യിത്ത് നമസ്കരിച്ചു. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് മതത്തിലില്ലാത്ത കാര്യങ്ങൾ, നേരെ മറിച്ച് ഈ മുസ്ലിയാർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മയ്യിത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് 1000 തവണ ദിക്ർ ചൊല്ലുന്നു. അത് മതത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ മതത്തിലുള്ളതല്ല, പക്ഷെ എന്റെ കൽപ്പനയാണ്, ഞാൻ മതം പഠിച്ചയാളാണ്, വേറെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ടതില്ല. ഇതാണ് പുരോഹിതന്മാരുടെ മറുപടി. വേദം ശ്രവിക്കുവാൻ താഴ്ന്ന ജാതിക്കാരെ അനുവദിക്കാതിരുന്ന ഒരവസ്ഥ ചില മതവിഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആ മതത്തിന്റെ തന്നെ ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ പ്രസംഗിച്ചും പറഞ്ഞും എഴുതിയുമൊക്കെ നാം കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സാധാരണക്കാര് പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഈ സമുദായത്തെ വിലക്കുന്നത് ആരാണ്? ഈ സമുദായത്തിലെ മൗലവിമാരും മുസ്ലിയാന്മാരും പണ്ഡിതന്മാരും ഒക്കെ തന്നെയാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ, മതത്തിന്റെ പ്രമാണങ്ങളിലൂടെ ഏതൊരു സാധാരണക്കാരനും മതത്തെ പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ പുരോഹിതന്മാർ ഈ മതത്തിന്റെ അനുയായികളെ കൂടുതൽ പഠിക്കുവാനും അറിയുവാനും അന്വേഷിക്കുവാനും സമ്മതിക്കാതെ അവർ അതിന്റെ മേലാളന്മാരായി ചമയുകയാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതന് കടന്നുവന്ന് കാർമ്മികനായി നിൽക്കാൻ ഒരു പഴുതുമില്ലാത്ത, ഒരു സ്പേസുമില്ലാത്ത ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. പക്ഷെ ആ മതത്തിൽ പോലും പൗരോഹിത്യത്തിന്റെ വിളവാട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പുരോഹിതന്മാരുടെ പിന്നാലെയല്ല നടക്കേണ്ടത്, വേദഗ്രന്ഥത്തിന്റെ പിന്നാലെയാണ് നടക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന സൂറത്തു തൗബയിലെ ഖുർആൻ ആയത്ത്, ആ ആയത്ത് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു. അല്ലാഹുവാണ് ഇത് പറയുന്നത്, പ്രപഞ്ചേശ്വരനാണ്, ജഗന്നിയന്താവാണ് ഈ പറയുന്നത്. മതവിശ്വാസികളെ ഉണർത്തുകയാണ്. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം ആളുകൾ, കുറച്ചാളുകളെന്നല്ല, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകൾ അവർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചൂഷകന്മാരാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾക്ക് ബഹുമാനം തോന്നുന്ന, നമ്മൾക്ക് ആദരവ് തോന്നുന്ന പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം ആളുകൾ, ധാരാളം ആളുകൾ ചൂഷകന്മാരാണ്. അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് വേദഗ്രന്ഥം മതവിശ്വാസികളെ ഉണർത്തുന്നത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക്,
സ്വർഗത്തിന്റെ വഴിയിലേക്ക്, സമാധാനത്തിന്റെ വീതിയിലേക്കാണ് വേദഗ്രന്ഥവും മതവും ദൈവവും അള്ളാഹുവും ഒക്കെ നമ്മളെ ക്ഷണിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾക്ക് തടയിടുന്ന വിധത്തിലുള്ള പൗരോഹിത്യ പ്രവണതകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നവോത്ഥാന പ്രസ്ഥാനം തന്നെ അതിനെ ഭിന്നിപ്പിച്ചിട്ട് ആളുകൾ ഇന്ന് നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യാഥാസ്ഥികരായ ആളുകൾ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അല്ലാഹുവിനോട് സഹായം തേടുന്നതിന് പോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം തേടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ നെടുകെ പിളർത്തിയ നവോത്ഥാന വീതിയിൽ നിന്ന് യാഥാസ്ഥികതയുടെ ഇരുട്ടിലേക്ക് തിരിച്ചു നടന്ന മറുവിഭാഗം അവർ ജിന്നുകളോടും മലക്കുകളോടുമൊക്കെ സഹായം തേടിയാൽ, അവരെ പൂജിച്ചാൽ, ആരാധിച്ചാൽ അവർ സഹായം ചെയ്തു തരുമെന്നുള്ള യാഥാസ്ഥിക വിഭാഗം പോലും പറയാത്ത വിധത്തിലുള്ള തീവ്രമായിട്ടുള്ള ഇരുട്ടിലേക്ക്, അപകടത്തിലേക്ക്, യാഥാസ്ഥികതയിലേക്ക് ഈ സമുദായത്തെ തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കഴിഞ്ഞ 4-5 വർഷമായി മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അതായത് ആദ്യം സ്വന്തത്തെ നന്നാക്കുക എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലും സമൂഹത്തിലും ജീർണതകളും മതവിരുദ്ധ പ്രവണതകളും കാണുമ്പോൾ അത് കാണാതിരിക്കുകയും മറ്റുള്ളവരോട് ധർമ്മോപദേശങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് ജീർണത കാണുമ്പോൾ, ഈ സമുദായത്തിന്റെ അകത്ത് ജീർണത കാണുമ്പോൾ ആ ജീർണതകൾക്കെതിരെ സംസാരിക്കുക എന്നത് ഒന്നാമത്തെ പ്രഥമമായിട്ടുള്ള ബാധ്യതയായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ധർമ്മ മത സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ വെളിച്ചം നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം സർവ്വലോകത്തിനുമുള്ളതാണ്, അത് സർവർക്കുമുള്ളതാണ്. ആ സർവ്വലോകത്തിലും സർവർക്കുമുള്ള ഇസ്ലാമിന്റെ സത്യശുദ്ധമായ പ്രബോധന ദൗത്യം ആ മേഖലയിൽ കൃത്യമായി നിർവഹിക്കുക എന്ന ആ ബാധ്യതയും ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് മതരംഗത്ത് വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ, ധർമ്മഭ്രംശങ്ങൾ, നവോത്ഥാന വഴിയിലൂടെ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള അന്വേഷണവും ആലോചനയുമാണ് ഈ ഒരു ഓപ്പൺ ഫോറം എന്ന പരിപാടി നടത്തുന്നതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓപ്പൺ ഫോറം പരിപാടി ചോദ്യോത്തര സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. 1-2 നിർദ്ദേശങ്ങൾ ഈ പരിപാടിയുടെ പ്രസീഡിയത്തിലെ ആള് എന്ന നിലയ്ക്ക് നിങ്ങളോട് ഞാൻ പറയട്ടെ. മറ്റ് അനുബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വിഷയാവതരണം ഏതാണ്ട് 50 മിനിറ്റോളം നീണ്ടുനിന്ന വിഷയാവതരണം, അത് ശ്രദ്ധിച്ചവർക്കാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചോദിക്കാൻ ധാർമ്മികമായി അർഹതയുള്ളത്. അതല്ലാതെ തലശ്ശേരിയിൽ നിന്നൊരു ഓപ്പൺ ഫോറം നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് കുറെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിച്ചൊന്ന് കലക്കിക്കളയാം എന്ന വിധത്തിൽ വന്നിട്ടുള്ളവർക്കുള്ള ഒരു പരിപാടിയല്ല ഇത്. അന്വേഷിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും താൽപര്യമുള്ള ആളുകൾക്ക് ഇതാ ഒരു തുറന്ന വേദി. വ്യത്യസ്ത മേഖലകളിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വിശകലനം നൽകാൻ കഴിയുന്ന, വ്യത്യസ്ത മേഖലകളിൽ അറിവും അത് സംബന്ധമായിട്ടുള്ള ആധികാരികമായ രേഖകളും സ്വായത്തമാക്കി വെച്ചിട്ടുള്ള ഒരു പാനലിനെയാണ് ഒരു പണ്ഡിതൻ നമ്മൾ ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. ഭൗതികവാദികൾ ഉന്നയിക്കുന്ന സംശയങ്ങൾ, മതത്തിന്റെ നേരെ അവർ ഉന്നയിക്കുന്ന സംശയങ്ങൾ, മതത്തെ അപ്രസക്തമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ഉന്നയിക്കുന്ന സംശയങ്ങൾ, അത് വിഷയാവതരണത്തിന്റെ ഭാഗമായുള്ള സൂചനകളിൽ വന്നതുകൊണ്ട് അത് സംബന്ധമായ ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാവുന്നതാണ്. അത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ KP സക്കരിയ ഇവിടെ മറുപടി പറയാൻ തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ യാഥാസ്ഥിക വിഭാഗം, ഇപ്പൊ ഇന്നലെ ഒരു മുസ്ലിയാരുടെ ഒരു 9 പേജുള്ള ഒരു കൈകൊണ്ട് എഴുതിയ ഒരു കത്ത് കിട്ടി. ആ കത്ത് കിട്ടിയ സന്ദർഭത്തിൽ, അതായത് മുജാഹിദ് പ്രസ്ഥാനം
നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടുള്ള 13 ഖുർആനായത്തുകൾ, വേറൊന്നും അതിലില്ല. അല്ലാഹുവിനോട് മാത്രമേ, പ്രപഞ്ചേശ്വരനോട് മാത്രമേ, ജഗന്നിയന്താവിനോട് മാത്രമേ നമ്മൾ അഭൗതികമായ വിധത്തിൽ നമ്മുടെ സഹായം തേടാൻ പാടുള്ളൂ. നമ്മുടെ ആരാധനകളും പൂജകളും നേർച്ചകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ ജഗന്നിയന്താവ് ഈശ്വരനോട്, അല്ലാഹുവിനോട്, പടച്ചവനോട്, യഹോവയോട്, കർത്താവിനോട്, റബ്ബുൽ ആലമീനോട്, ഉടയ തമ്പുരാനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ തൗഹീദിനെ ഉദ്ഘോഷിക്കുന്ന 13 ആയത്തുകളും അതിന്റെ പരിഭാഷയും എഴുതിക്കൊണ്ടുള്ള ഒരു നോട്ടീസ് വിതരണം ചെയ്തു. അതൊരു പള്ളിയിലെ മുസ്ലിയാരുടെ കയ്യിൽ കിട്ടി. ആ മുസ്ലിയാരുടെ 89 പേജുള്ള ഒരു മറുപടി എഴുതി ആ നോട്ടീസ് കൊടുത്ത സഹോദരന് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം? ഞാനത് വിശദീകരിക്കുകയല്ല. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ കൃത്യമായ മറുപടിയും രേഖാമൂലമുള്ള കാര്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടി തന്നെ ആ മേഖലയിൽ അതുണ്ടാകും. ഞാനത് സൂചിപ്പിക്കുകയാണ്. അതായത് പ്രശ്നത്തിന്റെ ഗൗരവമാണ്. യാഥാസ്ഥിക വിഭാഗം, പൗരോഹിത്യ വിഭാഗം മതത്തെ എത്രമേൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകളെല്ലാം, നിങ്ങൾ ഉദ്ധരിച്ച ഖുർആനിലെ ആയത്തുകളെല്ലാം അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം തേടുന്ന ആ ശരിയായ വഴിയെ എതിർക്കുന്നില്ല. നേരെ മറിച്ച് അത് ബിംബാരാധകരോട് പറഞ്ഞതാണ്. ബിംബാരാധകരോട്, വിഗ്രഹാരാധകർക്ക് മാത്രം ബാധകമായ ആയത്താണത്. അതുകൊണ്ടിത് വിഗ്രഹാരാധകരായ അമുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട നോട്ടീസാണ്. അല്ലാതെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് സഹായം തേടുക എന്ന പ്രോപ്പർ ചാനലിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ, നഊദുബില്ലാ, അത് സിറാത്തുൽ മുസ്തഖീമാണോ? ശിർക്കിന്റെ വഴിയാണത്. പക്ഷേ അവർ സിറാത്തുൽ മുസ്തഖീം എന്നാ പറയുന്നത്, പ്രോപ്പർ ചാനൽ എന്നാ പറയുന്നത്, യഥാർത്ഥ വഴി എന്നാ പറയുന്നത്. ആ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സുന്നികൾക്ക് തരേണ്ട നോട്ടീസല്ല അത് എന്ന്. ഈ വിധത്തിലുള്ള ധാർഷ്ട്യം, ഈ വിധത്തിലുള്ള ധിക്കാരം നിറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ പോലും ചവിട്ടുമെതിക്കാൻ തങ്ങളുടെ ശിർക്കൻ വിശ്വാസങ്ങളെ, ബഹുദൈവത്വ മലീമസമായിട്ടുള്ള ആ വിശ്വാസധാരകളെ ന്യായീകരിക്കുവാൻ വേണ്ടി ഈ വിധത്തിലുള്ള കാര്യങ്ങളുമായി പൗരോഹിത്യം വളരെ സജ്ജമായി കൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു മുടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആ മുടിയല്ല അതിന്റെ പിന്നിൽ. ആ മുടിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തിന് അഡ്രസ് ഉണ്ടാക്കുകയാണ്. പൗരോഹിത്യം തകർന്നാൽ ഇവിടെ മതം അതിന്റെ പ്രോജ്വലിക്കുന്ന വിധത്തിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കും. അത് പൗരോഹിത്യത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്നത് ഇവിടെ തളർന്ന് ശുഷ്കമായി ജീർണിച്ച് കിടക്കണം. മതം ഇവിടെ ശുഷ്കമായി ജീർണിച്ച് കിടന്നെങ്കിൽ മാത്രമേ പൗരോഹിത്യത്തിന് മതത്തിന്റെ ആളുകൾക്കിടയിൽ കറങ്ങി നടന്നുകൊണ്ട്, അതിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട്, അതിന്റെ ആളായി ചമഞ്ഞുകൊണ്ട് മതവിശ്വാസികളെ ചൂഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ മുടിയുടെ പിന്നിലുള്ളത്. അല്ലാതെ ഒരു മുടി സൂക്ഷിക്കാൻ, പ്രവാചകന്റെ മുടി സൂക്ഷിക്കാൻ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിലെ സച്ചരിതരായ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടോ നമുക്ക് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു പള്ളി ഉണ്ടാക്കാം ഈ മുടി സൂക്ഷിക്കാൻ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ വിധത്തിൽ മതത്തെ ജീർണമായ വിധത്തിൽ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ജീർണതയെ മതവിശ്വാസികളിലൂടെ പരിപോഷിപ്പിച്ച് അങ്ങനെ ജീവിതത്തെ, മതത്തെ ഒരുതരം ചൂഷണോപാധിയാക്കുന്ന ആ പ്രവണത, അതിനെതിരെയുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, വിഷയാവതരണത്തിന്റെ വലിയൊരു ഭാഗം ആ മേഖലയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അതിന് ഇവിടെ പണ്ഡിതന്മാർ മറുപടി പറയും. അതേപോലെ തന്നെ നവയാഥാസ്ഥിക മേഖലകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, മതരാഷ്ട്രവേദികളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പ്രസ്ഥാനത്തെയും ഇസ്ലാമികമായ മറ്റ് സംഘടനകളെയും എല്ലാം തന്നെ അവർ ശിർക്ക് ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടെ വോട്ടുകളിൽ നിന്നും പൊതുമേഖലയിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന ഒരു വിമത പ്രസ്ഥാനമാണ്, ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണ്. അവർ ഇന്ന് മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പഴയ ആദർശം മാറ്റിയോ? ഈ വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ വിഷയാവതരണത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഭൗതിക മേഖലയിലുള്ള, അതേപോലെ തന്നെ യാഥാസ്ഥിക മേഖലയിലുള്ള, നവയാഥാസ്ഥിക മേഖലയിലുള്ള, മതരാഷ്ട്ര മേഖലയിലുള്ള ആ മേഖലയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ അറിയാനും അന്വേഷിക്കുവാനും ബഹളമുണ്ടാക്കാനും കലക്കാനുമല്ല, അറിയാനും അന്വേഷിക്കുവാനുമുള്ള ഒരു ഗുണകാംക്ഷയോടുകൂടി ഇവിടെ മൈക്ക് പോയിന്റിൽ വന്ന് ചോദിക്കുക. ചോദ്യം ദീർഘിക്കാതിരിക്കുക. വലിയ ഒരു എസ്സേ ചോദ്യമാകാൻ പാടില്ല. ഒരു
കൂടി വന്നാൽ 2 മിനിറ്റ് വ്യക്തതയോടുകൂടി ചെറിയ വാക്കുകളിൽ ചോദിക്കുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായ വിധത്തിൽ ചോദ്യങ്ങൾ മൈക്ക് പോയിന്റിൽ വന്ന് ചോദിക്കുക. പേരും സ്ഥലവുമൊക്കെ പരിചയപ്പെടുത്തിയാൽ നല്ലത്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചോദ്യം വ്യക്തമായിരിക്കണം. ഒരുപാട് ആളുകൾക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഒരാൾ തന്നെ വന്ന് മൈക്ക് കയ്യിലെടുത്ത് ഉപചോദ്യങ്ങളുമായിട്ട് ഈ പരിപാടി ഒരാളുടെ പരിപാടിയാക്കി മാറ്റാനും സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സംശയങ്ങൾക്ക് നിവാരണമുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാം, പിന്നെ അടുത്ത സഹോദരന് വേദി ഒഴിഞ്ഞു കൊടുക്കണം, പിന്നെ അടുത്തയാൾക്ക്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് അവർ മൈക്ക് പോയിന്റിൽ വരേണ്ടതില്ല. അവർ വല്ല സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പറഞ്ഞ മതം, ധാർമ്മികത, നവോത്ഥാനം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവർ അവരുടെ സീറ്റിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നിൽക്കുകയോ കൈ ഉയർത്തുകയോ ചെയ്താൽ അങ്ങോട്ടേക്ക് കോർഡ്ലെസ് മൈക്ക് കൊണ്ടുവന്നു തരുന്നതാണ്. അപ്പൊ ഈ വിധത്തിൽ ചോദ്യങ്ങൾ ശാന്തമായി ചോദിക്കുക. പ്രസീഡിയത്തിലുള്ള പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞല്ലോ, KP സക്കരിയ, അലിമദനി മൊറയൂർ, അബൂബക്കർ നസാഫ്, മൊയ്തീൻകുട്ടി സുല്ലമി കുഴിപ്പുറം തുടങ്ങിയ പണ്ഡിതന്മാരാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 9 മണിയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ 1 കാമണിക്കൂർ വരെ നമുക്ക് അങ്ങോട്ട് നീട്ടാം. അപ്പൊ ആ വിധത്തിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഉത്തരങ്ങളും ഇതേപോലെ തന്നെ പണ്ഡിതന്മാർ വളരെ സംഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കും പറയുക. ചിലതിന് വളരെ വിശദമായി പറയേണ്ട മറുപടികൾ ഉണ്ടാകും. പക്ഷേ അത് മറ്റ് സന്ദർഭങ്ങളിലേക്ക് നെട്ടിവെച്ചുകൊണ്ട് ചോദ്യത്തിന്റെ മർമ്മഭാഗങ്ങളിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഉത്തരങ്ങളായിരിക്കും പ്രസീഡിയത്തിൽ നിന്ന് ഇവിടെ നിന്നുണ്ടാവുക. അതുകൊണ്ട് ആ വിധത്തിൽ ഒരു 10 മിനിറ്റിലധികം ദീർഘിക്കാത്ത വിധത്തിലുള്ള മറുപടിയും 2 മിനിറ്റിലധികം ദീർഘിക്കാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളും ആ വിധത്തിലുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരികളും ഈ പരിപാടി അറിയാനും അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു തുറന്ന വേദിയായിട്ട്, ഒരു ഓപ്പൺ ഫോറമായിട്ട് തന്നെ ഇതിനെ ഗുണപരമായി പ്രയോജനപ്പെടുത്തണം എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുവാൻ അത് സംബന്ധമായ നിർദ്ദേശങ്ങൾ ചെറിയൊരു വിശദീകരണവും കൂടി നൽകിയതിനു ശേഷം ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ മൈക്ക് പോയിന്റിലേക്ക് വരിക. ഒന്ന് രണ്ട് കാര്യങ്ങൾ അലിമദനിയും കൂടി ഇവിടെ പറയുന്നതാണ്. എന്റെ അധ്യക്ഷ ഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇത്തരത്തിലൊരു ഓപ്പൺ ഫോറം സംവിധാനിച്ചത് എന്തിനാണ് എന്ന് ബഹുമാന്യനായ ശംസുദ്ദീൻ പാലക്കോട് വിശദീകരിക്കുകയുണ്ടായി. തോൽപ്പിക്കാനും ജയിക്കാനുമല്ല, അതിനേക്കാൾ ഉപരി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇതാണ് ഈ ഓപ്പൺ ഫോറം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരാളെ തോൽപ്പിച്ചു, അവനെ പരാജയപ്പെടുത്തി, അവനെ അങ്ങോട്ട് വഷളാക്കി പറഞ്ഞേക്കല്ല, അതല്ല ഉദ്ദേശിച്ചത്. അതുപോലെ ഞങ്ങൾ ജയിച്ചു എന്ന് ഒരു അഹങ്കാരത്തിനുമല്ല, നേരെ മറിച്ച് നമ്മളിത് സംഘടിപ്പിച്ചതുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നതൊക്കെ നമ്മൾ പറഞ്ഞു, ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം. ആ രീതിയിലുള്ള ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ചോദ്യം, അതോടൊപ്പം അതിനൊരു ഉപചോദ്യം, അങ്ങനെ 2 ചോദ്യം ചോദിക്കാനാണ് അവസരമുള്ളത്. ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇത് ഒരു മാത്സര്യമല്ല, പടച്ചവന്റെ ദീൻ മനസ്സിലാക്കണം എന്ന ആ ഒരു ബോധത്തോടു കൂടി നമ്മളിതിനെ സമീപിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ ആഹാദുകൾ വിശ്വാസകാര്യങ്ങൾക്ക് പറ്റിയല്ലെന്ന പിഴച്ച വിവാദങ്ങളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ചോദിച്ച ചോദ്യം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഖബർ ആഹാദ് തെളിവാക്കാൻ പറ്റോ എന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഹദീസുകൾ 2 വിധത്തിലാണ്. ഒന്ന് മുത്തവാത്തിറായ ഹദീസുകൾ, നിരവധി പരമ്പരകളിലൂടെ
നിരവധി ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ജനസമ്മതി നിരക്ഷേപം ലഭിച്ചിട്ടുള്ള ഹദീസുകൾക്കാണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറയുന്നത്. ഖബർ ആഹാദ് എന്ന് പറഞ്ഞാൽ മുത്തവാത്തിർ അല്ലാത്ത പരിമിതമായ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഹദീസുകളാണ്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാം കർമ്മപരമായ കാര്യങ്ങളെക്കാളും പ്രാധാന്യം നൽകിയതിനാൽ വിശ്വാസപരമായ കാര്യങ്ങളെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങളാണ് ഹദീസുകളിലൂടെ നമുക്ക് ബഹുഭൂരിഭാഗം കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ സമൂഹത്തിൽ സ്ഥിരപ്പെടണമെങ്കിൽ ദൃഢമായ നിലയിലുള്ള തെളിവ് അതിന് വേണം. അതിന് പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള ഒരു നിബന്ധനയാണ് ഖബർ ആഹാദായി വന്നിട്ടുള്ള ഹദീസുകൾ. അതായത് പരിമിതമായ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറ്റൂല എന്നുള്ളത്. ഇത് നമ്മളാരെങ്കിലും പെട്ടെന്നുണ്ടാക്കിയ ഒരു കാര്യമല്ല. മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ ആ കാര്യം വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ചില ആളുകള് പാമരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഖബർ ആഹാദ് പറ്റൂല എന്ന് പറഞ്ഞത് റഷീദ് റിളാനെ പോലെയുള്ള ഇമാം റാജിയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ പറയണം, അവരൊന്നും പറഞ്ഞാൽ പോരാ എന്നൊരു ന്യായം പറയാറുണ്ട്. ഞാനിത് വിമർശന ബുദ്ധിയല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. പക്ഷെ ഈ കാര്യത്തില് വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടാൻ മുത്തവാത്തിറായ ഹദീസ് തന്നെ വേണം, ഖബർ ആഹാദ് പോരാ എന്ന് ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഏകോപിച്ച് പറഞ്ഞതായിട്ട് സഹീഹ് മുസ്ലിം 1-ാം വാല്യം 39-ാം പേജ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഉദ്ധരണി ഞാൻ വായിക്കാം. അഹാദീസു സഹീഹൈനി, സഹീഹായിട്ട് വന്നിട്ടുള്ള ഹദീസുകൾ, അല്ലത്തി ലൈസത്ത് ബി മുത്തവാത്തിറത്തിൻ, മുത്തവാത്തിറായി വന്നിട്ടില്ലാത്ത സഹീഹായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഖബർ ആഹാദ് എന്നർത്ഥം. ഇന്നമാ തുഫീദുല്ലന്ന, മുത്തവാത്തിറല്ലാത്ത ഹദീസുകൾ ഊഹത്തെ ഫലം ചെയ്യുന്നതാണ്. ഊഹം ദൃഢതയെ ഫലം ചെയ്യൂല, ഊഹത്തെ മാത്രമേ ഫലം ചെയ്യൂ. ഫൈന്നഹ ആഹാദുൻ, എന്തുകൊണ്ടാണ് അത് ഊഹത്തെ ഫലം ചെയ്തത്? അത് ഖബർ ആഹാദായ പരിമിതമായ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. വൽ ആഹാദു, എന്നാൽ ഖബർ ആഹാദായി വന്നിട്ടുള്ള ഹദീസുകൾ ഇന്നമാ തുഫീദുല്ലന്ന, ഊഹ മാത്രമേ അത് ഫലം ചെയ്യൂ. അലാമ തഖററ, മുമ്പ് സ്ഥിരീകരിച്ചതുപോലെ തന്നെ. വലാ ഫർഖ ബൈനൽ ബുഖാരി വ മുസ്ലിം വഗൈരിഹിമാ ഫീ ദാലിക, ഖബർ ആഹാദായി വന്നിട്ടുള്ള ഹദീസുകൾ അത് ബുഖാരിന്റേതായി വന്നാലും മുസ്ലിമിന്റേതായി വന്നാലും മറ്റാരുടെ ഹദീസായി വന്നാലും യാതൊരു ഭിന്നിപ്പും ആ കൂട്ടത്തിലില്ല. ഖബർ ആഹാദാണോ അത് ബുഖാരി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, മറ്റ് റിപ്പോർട്ടർമാരായാലും ശരി, അതിന് വിശ്വാസത്തിന്റെ പ്രബലത കൊടുക്കാൻ പറ്റൂല. ഇന്നമാ അഫാദന വുജൂബൽ അമലി ബിമാ ഫീഹിമാ, അത്തരം ഹദീസുകളിൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകൾ ഖബർ ആഹാദായി വന്നിട്ടുള്ള ഹദീസുകൾ വുജൂബൽ അമലി ബിമാ ഫീഹിമാ, അമല് മാത്രമേ വുജൂബാവുള്ളൂ, വിശ്വാസം നിർബന്ധമാകൂല. അതുകൊണ്ട് അമല് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വഹാദാ മുത്തഫഖുൻ അലൈഹി, ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഇത്തിഫാഖുണ്ട്. മുത്തഫഖുൻ അലൈഹി. ഫഇന്ന അഖ്ബാറൽ ആഹാദില്ലത്തി ഫീ ഗൈരിഹിമാ, എന്നാൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അല്ലാതെ വന്നിട്ടുള്ള ഖബർ ആഹാദുകൾ യജിബുൽ അമലു ബിഹാ, അതുകൊണ്ടും
അത്തരം ഹദീസുകളും വിശ്വാസത്തിന് പറ്റൂല. യജിബുൽ അമലു ബിഹ, പ്രവർത്തിക്കാനേ പറ്റുള്ളൂ ഹദീസ് കൊണ്ട്. എപ്പോൾ ഇദാ സഹഹത അസാനീദഹ, അതിന്റെ സനദുകൾ സഹിയായി വന്നാൽ. ഈ തെളിവ് മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അടുത്ത് 9ഓളം തെളിവുണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞാൽ. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഈ തെളിവ് ബുദ്ധിയുള്ള ആളുകൾക്ക്, അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, അൽ ആഖിലു യക്ഫിൽ ഇഷാറ, ബുദ്ധിയുള്ളവന് സൂചന മതി എന്ന ധാരണയോടുകൂടി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതായി ചോദ്യകർത്താവിന് മനസ്സിലായതായി ഞാൻ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫൈസൽ, നന്ദിയിലാണ് പ്രദേശം. ചോദ്യം 2 മിനിറ്റ് ആയതുകൊണ്ട് കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ സിഹറും ഹദീസും എന്ന് പറഞ്ഞുകൊണ്ട് ശബാബിൽ വന്ന ഒരു വാചകമാണത്. വായിക്കാൻ സമയം തന്നെ വായിക്കാം, അല്ലെങ്കിൽ അതെനിക്കറിയാമായിരിക്കും അതെന്താണ് സംഗതി. പ്രവാചകന് സിഹർ ബാധിച്ചതായുള്ള ഹദീസ് ബുഖാരിയിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങളും കേൾക്കാനിടയായി. ഇതിന്റെ വസ്തുത എന്താണ്, വിശദീകരിക്കാമോ? സൂറത്ത് ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നിവയുടെ അവതരണത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ? ഞാൻ അതിന്റെ ഉത്തരത്തിന്റെ ഒരു ചുരുക്ക വിശദീകരണം പറയാം. ഈ ഹദീസ് ദുർബലമാണെന്നോ, ഈ ഹദീസ് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണെന്നോ, ഈ ഹദീസ് ഈ സിഹറുമായി ബന്ധപ്പെട്ട കാര്യം വിശ്വാസപരമായ കാര്യമായതിനാൽ ഖബർ ആഹാദായ ഇത്തരത്തിലുള്ള ഹദീസുകൾ കൊണ്ട് തന്നെ കത്ത് കിട്ടുകയില്ല, അതുകൊണ്ട് ഈ ഹദീസ് തള്ളിക്കളയേണ്ടതാണ് എന്നോ ബഹുമാന്യനായ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന് നായകത്വം വഹിച്ച ബഹുമാന്യ പണ്ഡിതൻ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ശബാബിനോട് കൊടുത്ത മറുപടിയാണിത്. ഈ മറുപടിയോടുകൂടി അദ്ദേഹം സിഹറുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന് സിഹർ ബാധിച്ചു എന്ന ഹദീസ് അദ്ദേഹം സ്വീകരിക്കുന്നതോടുകൂടി അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ ഭ്രാന്തനാക്കിയോ, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ അന്തംഗമ്മിയാക്കിയോ? വിശദീകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു കാര്യം ചോദ്യകർത്താവ് ഫൈസൽ പറഞ്ഞത്, ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞാലും അന്ധമായി അനുകരിക്കണം എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടത്. മുജാഹിദുകളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വക്താക്കളെ, നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്? ഇമാം ഷാഫി ആണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അനുസൃതമായിട്ടാണെങ്കിൽ അത് അംഗീകരിക്കുക, അതല്ലെങ്കിൽ തിരസ്കരിക്കുക. അതല്ലേ പറഞ്ഞിട്ടുള്ളത്? അല്ലേ? അല്ലെങ്കിൽ ഫൈസലിനെ പോലൊക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? സുബൈക്ക് സ്ഥിരമായിട്ട് കുനൂത്തോതേണ്ടി വരും. ഇമാം ഷാഫി ലോകം അറിയപ്പെട്ട പണ്ഡിതൻ, സാഹിദ്, ആലിമ്, ആബിദ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുബൈൽ സ്ഥിരമായ കുനൂത്തോദനം. ഞാൻ മനസ്സിലാക്കുന്നത് ഫൈസലിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഹുജ്ജത്തില്ലാത്ത, തെളിവില്ലാത്ത കാര്യം, സഹീഹല്ലാത്ത കാര്യം അംഗീകരിക്കാൻ മുസ്ലിം ലോകത്തിന് ബാധ്യതയില്ല എന്നതുകൊണ്ടാണ്. ഇനി ചെറിയ മുണ്ടത്തിന്റെ പുറകെ വല്ലാ കൂടണ്ട. 2 ആഴ്ച മുമ്പത്തെ ഷബാബില് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാര് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീൽ കൊടുത്ത ചില ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ചോദ്യകർത്താവ് എത്തിയില്ല. അദ്ദേഹം ഏതോ പഴയ ഒരു കോപ്പിയ. നമ്മളെ സുഹൃത്തുക്കൾ ആരെയും പറഞ്ഞില്ല. അവിടെ നന്ദി തന്നെയുണ്ട് സുഹൃത്തു, 2-3 ആഴ്ച മുമ്പ് കറക്റ്റ് പറയുകയാണെങ്കിൽ. അതിൽ ചെറിയ മുണ്ടം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ചെറിയ മുണ്ടത്തിനെ തഖ്ലീദ് ചെയ്യോ? ഇതാണ് എന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ഉമ്മത്തിലെ ചില പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ ചില ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട് എന്ന് 3 ആഴ്ച മുമ്പ് പറഞ്ഞു. ഈ ചെറിയ മുണ്ടത്തിനെ തഖ്ലീദ് ചെയ്യുമോ? ചെയ്യലുണ്ടാവില്ല. ആദ്യത്തേമേ തഖ്ലീദ് വേണ്ട. ഞാൻ താങ്കൾ എന്നോട് ചോദിച്ച പോലെ ഉത്തരത്തിന്റെ ഭാഗമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ഇനി നമുക്കിനി മൊത്തത്തിൽ ഇവിടെ ബഹുമാനായ ശംസുദ്ദീൻ മൗലവി പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റിൽ അപ്പുറം ഉത്തരം നീളരുത് എന്ന്. അതുകൊണ്ട് നീട്ടാൻ വയ്യ, എന്നാ നീട്ടേണ്ടതാണാനും. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് എനിക്കറിയോ? സിഹിറിന്റെ ബുഖാരിയിലെ ഹദീസിനെ നിഷേധിക്കുകയോ അംഗീകരിക്കുക ആ പ്രശ്നമല്ല. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഹിശാം ഇബ്നു ഉർവ എന്ന് പറഞ്ഞ താബി റളിയല്ലാഹു അൻഹു, അള്ളാന്റെ റസൂല് ജനിച്ച് വഫാത്തായിട്ട് 51 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ദുനിയാവിൽ ജനിച്ച ഒരു മഹാൻ. ആര്? ഹിശാം ഇബ്നു ഉർവ. അദ്ദേഹത്തിന്റെ വാക്കിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖുർആൻ 1-ാം സ്ഥാനം കൊടുക്കുന്നു. അത് വേണ്ടേ?
അത് വേണ്ടേ? അള്ളാന്റെ റസൂൽ വഫാത്തായതിനു ശേഷം 51 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഹിഷാം ഇബ്നു ഉർവ പറയുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ വാക്കിന് മുൻഗണന കൊടുക്കണോ കൊടുക്കണ്ടേ? ഇതാണ് മുസ്ലിം ലോകത്തിന്റെ മുമ്പുള്ള ചോദ്യം. നിങ്ങൾ എന്ത് അംഗീകരിക്കുന്നു? ഹിഷാം ഇബ്നു ഉർവ പറഞ്ഞതിന് അംഗീകരിക്കുന്നോ? എന്താ അദ്ദേഹം പറഞ്ഞത്? അള്ളാന്റെ റസൂലിന് ഇങ്ങനെ കൂടോത്രം ബാധിച്ചു, 6 മാസത്തോളം അന്തമില്ലാതെ നടക്കുകയായിരുന്നു. അള്ള എന്താ പറഞ്ഞത്? അത് കാഫിറുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ആരെ അംഗീകരിക്കണം? ആരെ അംഗീകരിക്കണം? ഇതാണ് ചോദ്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റഹിമഹുല്ലാഹ്, അതുപോലെ അശ്റത്തുൽ മുബശ്ശിറയിൽ പെട്ട ബാക്കി 6 മഹാന്മാർ, ഇവരാരും ലോകത്തോട് അള്ളാന്റെ റസൂലിന് കൂടോത്രം ബാധിച്ചു എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള 15ഓളം സഹാബിമാര് അള്ളാന്റെ റസൂലിന്റെ ഒതുണ്ടാക്കൽ പോലും കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മഹാന്മാരൊന്നും അവർ നെഞ്ചിലേറ്റിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് അവിടെ മദീനയുടെ തെരുവോരങ്ങളിൽ കൂടി ഒരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നുക. അങ്ങനെയെന്നല്ല റസൂലുള്ളാഹ്ക്ക്. ഇപ്പൊ ഞാൻ എന്നോട് ഇങ്ങോട്ട് തലശ്ശേരിക്ക് വരാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു, അല്ല തലശ്ശേരിക്ക് പോകണ്ടേ? അപ്പൊ എനിക്ക് തോന്നി ഞാൻ പോയി എന്നല്ലോ എന്ന് തോന്നുക. ഇതായിരുന്നു റസൂലുള്ളാഹിക്ക് ബാധിച്ചത്. അതിനല്ലേ അന്തം കമ്മി എന്ന് പറയുക, അല്ലെ? ഭാഷാപരമായിട്ട് ഞാൻ ഇത് ആവർത്തിച്ച് ചെയ്താലോ നിങ്ങൾ പറയില്ലേ നമ്മൾ അബൂബക്കർ സാഹിബിന് അരബിരി ലൂസായിട്ടുണ്ട് എന്ന് പറയില്ലേ? ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നുക. ഇപ്പൊ എന്നോട് ഉത്തരം പറയാൻ പറഞ്ഞു. എനിക്ക് അവിടെ കുത്തരുന്നെന്ന് തോന്നുക, ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുക. അഷ്റഫുൽ ഖൽഖ് ആരാ? അല്ലാഹുവിന്റെ റസൂലാരാ? ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ്യ കഥാമാത്രമായും കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തു, ഭാര്യമാരുടെ അടുത്തേക്ക് പോകാതെ പോയി എന്ന് തോന്നുക. ഇത്തരം അവസ്ഥയിൽ അള്ളാന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നത് നിർത്തണ്ടേ? നമ്മൾ റസൂലുള്ളാഹിനെ പ്രതിരോധിക്കണ്ടേ? അള്ളാന്റെ റസൂലിനെതിരിൽ ഈ പറയുന്നതിനെ സൽമാൻ റുഷ്ദി റസൂലിനെ മോശമാക്കിയപ്പോൾ നമുക്ക് രക്തം തിളച്ചു, അല്ലെ? തസ്ലീമ നസ്രീൻ, ലജ്ജയുടെ കർത്താവ്, ബംഗ്ലാദേശി എഴുത്തുകാർ റസൂലുള്ളാഹിനെ മോശമാക്കിയപ്പോൾ നമുക്ക് രക്തം തിളച്ചു. പോട്ടെ, ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റോ അപ്പോഴും തിളച്ചു. ഇപ്പൊ അവസാനം ന്യൂമാൻ കോളേജിലെ നമ്മുടെ ജോസഫ് മോശമാക്കിയപ്പോൾ എല്ലാവർക്കും രക്തം തിളച്ചു. എന്നാൽ അള്ളാന്റെ റസൂലിനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് 6 മാസം ഖുർആനോദി ലോകത്തിനെ ഹിദായത്തിലേക്ക് കൊണ്ടെന്റെ റസൂൽ 6 മാസം അന്തമില്ലാതെ നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യാ ഖാതമൻ നുബായി ഇന്നക മുർസലു ബിൽ ഖൈരി കുല്ലു ഹുദസ്സബീലി ഹുദാക ഇന്നൽ ഇലാഹ ബനാ അലൈക മഹബ്ബതൻ ഫീ ഖൽഖിഹി വ മുഹമ്മദൻ സമ്മാക. യാ ഖാതമൻ നുബായി, അമ്പിയാക്കന്മാരിൽ നിന്ന് അവസാനം വന്ന നബിയെ, താങ്കൾ മുർസലാണ്, താങ്കളുടെ മാർഗമാണ്, ഹുദയുടെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. ഇന്നൽ ഇലാഹ ബനാ അലൈക മഹബ്ബതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹബ്ബത്തിനെ, സ്നേഹത്തിനെ ഇട്ടു തന്നിരിക്കുന്നു. ഫീ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ മനസ്സിൽ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹല്ലേ? സ്നേഹല്ല ആൾക്കാർ ഇങ്ങനെ പറയുക, എന്റെ നബി ആരാ? അദ്ദേഹത്തിന് 6 മാസം അന്തല്ലാതെ നടക്കുകയായിരുന്നു. ഇതാണോ അള്ളാന്റെ റസൂലുള്ള മഹബത്ത്? ആണോ? ഇതാ ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് ആ കാര്യം ഹദീസ് നോക്കുക. ഇപ്പോ നമ്മുടെ ഇവര് തന്നെ അംഗീകരിക്കുന്ന ചോദ്യകർത്താവിനെ പോലെയുള്ള സഹോദരന്മാർ, സുഹൃത്തുക്കൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ബഹുമാന്യനായ കെ സക്കരിയ സലാഹി എന്ന് പറഞ്ഞ ഇപ്പൊ ആദർശത്തിൽ വ്യതിയാനം വന്ന ആ മഹാൻ. അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ അംഗീകരിക്കേണ്ട ഹദീസ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്, അംഗീകരിക്കാതിരിക്കേണ്ട ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, അവർ ഇറക്കിയ സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ, ആ പരിഭാഷയിൽ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാണ്. അദ്ദേഹം എന്താ പറഞ്ഞു നിങ്ങൾക്കറിയോ? പിന്നെ ഓർമ്മപ്പെശക് വന്ന ആൾക്കാർ, വാർദ്ധക്യം മൂലം ഓർമ്മപ്പെശക് വന്ന ആൾക്കാർ, കണ്ടോ ഇതെന്താ? ഇത് സഹീഹ് മുസ്ലിം, ബഹുമാന്യനായ കെ സക്കരിയ സലാഹി, അബൂബക്കർ സലഫി പോലത്തെ ആൾക്കാർ പരിഭാഷപ്പെടുത്തിയ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയാണ്, ആമുഖം. അതിൽ അദ്ദേഹം പറഞ്ഞോ, വാർദ്ധക്യ കാരണങ്ങളാൽ, വാർദ്ധക്യത്താൽ വാക്കിന് സ്ഥിരതയില്ലാത്തവർ റിപ്പോർട്ട് ചെയ്ത ഹദീസു നിരാകരിച്ചു പണ്ഡിതന്മാരെന്നാ. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ആരാപ്പതിയിൽ ഓർമ്മപ്പെശക് വന്ന ആള്? പറഞ്ഞുതരാം. ഹിഷാം ഇബ്നു ഉർവ. ഈ ഹിഷാം ഇബ്നു ഉർവ മുജാഹിദുകൾ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൂത്തച്ഛനാണ്, ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ് സുബൈർ ഇബ്നു അവ്വാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. ആ മഹാന്റെ മകനാണ് ഉർവ. ആ ഉർവയുടെ മകനായി റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം 51 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച
പണ്ഡിതനും മഹാനുമാണ് ഈ ഹിഷാമിന്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ലപ്പൻകാലം എന്ന് പറയില്ലേ, നല്ല മഹാനായിരുന്നു. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ബാക്കി ഞാനല്ല പറയുന്നത്. പക്ഷേ ഹിഷാം ബിൻ ഉർവ യാഖൂബ് ബിൻ ഷൈബ വലിയ മുഹദ്ദിസാണ്. യാഖൂബ് ബിൻ ഷൈബ അദ്ദേഹം പറയാണ്, ഈ ഹിഷാം അദ്ദേഹം വിശ്വസ്തനായിരുന്നു, നല്ല ആളായിരുന്നു. പക്ഷേ ഇല്ലാ ബഅദമാ സാറ ഇലൽ ഇറാഖി, അദ്ദേഹം ഇറാഖിൽ പോയതിന് ശേഷം ഇംബസത ഫിർ റിവായത്തി, ഓരോ റിപ്പോർട്ടുകൾ ഇങ്ങനെ പരത്തി പറയൽ തുടങ്ങി. അൻ അബീഹി, അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിഷാം ബിൻ ഉർവ അൻ അബീഹി അൻ ആയിഷാന. അദ്ദേഹത്തിന് ഇറാഖിൽ പോയി. ആദ്യം മദീനക്കാരനായിരുന്നു. വയസ്സും പ്രായവും ആയ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറാഖിൽ പോയി. അവിടെ എത്തിയപ്പോ അദ്ദേഹത്തിന് ഓർമ്മപ്പെശകുകൾ വരാൻ തുടങ്ങി. 80 ചില്ലാനും കൊല്ലം അദ്ദേഹം ജീവിച്ചത്. 146 അദ്ദേഹം വഫാത്താകുന്നത്. ഹിജ്റ 146 അദ്ദേഹം വഫാത്താകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഓർമ്മപ്പെശക് വന്നു. ഇറാഖിൽ നിന്നാണ് അദ്ദേഹം ഈ സംഭവം പറഞ്ഞത്. ഏത് സംഭവം? അള്ളാന്റെ റസൂൽ 6 മാസം സിഹിർ കൂടോത്രം ബാധിച്ച് നടക്കുകയായിരുന്നു ഇറാഖ് പോയതിനു ശേഷം. അപ്പോഴേക്ക് അദ്ദേഹത്തിന് വയസ്സും പ്രായമായിരുന്നു. നോക്കൂ നിങ്ങൾ, യാഖൂബ് ബിൻ ഷൈബയെ പോലുള്ള മഹാന്മാർ പറയാ, ഇല്ലാ ബഅദമാ സാറ ഫിൽ ഇലൽ ഇറാഖ്, ഇറാഖ് പോയതിന്റെ ശേഷം ഇന്നഹു ഇംബസത ഫിർ റിവായത്തി അൻ അബീഹി, എന്റെ വാപ്പയിൽ നിന്ന് അങ്ങനെ നിരന്തരം പറയൽ തുടങ്ങി. ഫഅൻകറ അലൈഹി അഹ്ലു ബലദിഹി, അപ്പൊ നാട്ടുകാർക്ക് വിയോജിപ്പുണ്ടാവൽ തുടങ്ങി. കണ്ടോ? പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയില്ല, അന്നഹു ഫീ കിബരിഹി തഗയ്യറ ഹിഫ്ളുഹു, പ്രായമായപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മക്കൊക്കെ പെശക് പറ്റി തുടങ്ങി. ഓർമ്മക്ക് പെശക് പറ്റൽ തുടങ്ങിയ പ്രായാധിക്യം വന്ന റസൂലുള്ളാന്റെ കൂടെ ജീവിക്കാത്ത, റസൂൽ വഫാത്തായിട്ട് 51 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച ഒരാൾ നമ്മോട് പറയാണ്, റസൂലുള്ളാഹ്ക്ക് അന്നത്തെ കാലത്ത് കൂടോത്രം ബാധിച്ചിരുന്നു. അള്ളാഹ് എന്താ പറഞ്ഞത്? അയ്യേ, അത് കാഫിറുകൾ പറഞ്ഞു പരത്തിയതാണ്. അതെവിടെ പറഞ്ഞത്? പറഞ്ഞു ഇത് യസ്തമിഊന ഇല എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളെ സൂറത്ത് ഇസ്രായേൽ 47-ാമത്തെ ആയത്തില്ലേ? സൂറത്ത് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്, ഫുർഖാനിലും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ കാര്യം ഞാൻ നീട്ടുന്നില്ല, നമ്മളെ 10 മിനിറ്റ് പാലിക്കേണ്ടത്, 15 അതിനെയും പാലിക്കേണ്ടത്. അല്ലാഹു തആല പറയാ, നബിയെ, അവര് താങ്കളിലേക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊന്നിനെയാണ് അവർ കേൾക്കുന്നത് നമുക്കറിയാം. വഇദ്ഹും നജ്വാ, ആ സന്ദർഭത്തിൽ അവർ സ്വകാര്യം പറയുകയാണ്. ഇദ് യഖൂലുൽ ളാലിമൂൻ, അക്രമികളായ ആൾക്കാർ പറയുകയാണ്, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, മാരണം ബാധിച്ച, സിഹിർ ഫലിച്ച, കൂടോത്രം ബാധിച്ച ഒരാളെ കൂടെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ഇപ്പൊ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? അതിന്റെ സബബുന്നുസൂൽ, ആയത്തിറങ്ങാനുള്ള സന്ദർഭമായിട്ട് മഹാന്മാര് തഫ്സീറിൽ എഴുതിയുണ്ട്. നമ്മളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അള്ളാന്റെ റസൂൽ ഒരു പാലം പണി ചെയ്തവിടെ. പാലം പണി എന്ന് കേട്ടാൽ തന്നെ ചില ആൾക്കാർക്ക് അലർജിയാ. എന്താ റസൂലുള്ള പാലം പണി ചെയ്തത്? അലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു സദ്യ ഉണ്ടാക്കി അവിടത്തെ ഖുറൈശികളിൽ നിന്ന് വലിയ നേതാക്കന്മാരൊക്കെ വിളിച്ചു. നല്ലോണം തിന്നാൻ കൊടുത്തതിനു ശേഷം നബി പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയറിഞ്ഞു, എന്നാ നിങ്ങൾക്ക് ഇന്ന മെച്ചുണ്ടാവും എന്ന് വെച്ചാൽ ഈമാൻ ഉൾക്കൊള്ളീൻ. ഇതിങ്ങനെ കേൾക്കുമ്പോ ഇവരിവിടുന്ന് കുശുക്കുക, ഇദ്ഹും നജ്വാ. അപ്പൊ ഇവര് സ്വകാര്യം പറയാ, അള്ളാന്റെ റസൂലിന്റെ സദ്യ സ്വീകരിച്ചുകൊണ്ട്, അള്ളാന്റെ റസൂലിനെ പരിഹസിച്ചുകൊണ്ട്. പിന്നെ പറഞ്ഞെന്താ? ഇന്തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, അയാൾക്ക് തലക്ക് വട്ട് ബാധിച്ചതാട്ടോ. അതുകൊണ്ടാണ് ഈ ഏകദൈവ വിശ്വാസം പരലോകം എന്നൊക്കെ പറയണത്. കണ്ടോ? അള്ളാന്റെ റസൂലിനെ കളിയാക്കി. ആ കളിയാക്കൽ നമ്മളും ചെയ്യണം, അല്ലെങ്കിലോ നമ്മൾ ഹദീസ് നിഷേധികളായി. അല്ലേ? മുത്തു റസൂലുള്ളാഹിനോട് മഹബത്തുള്ള ഒരു മുസ്ലിമെ വിശ്വസിക്കുക. 23 കൊല്ലം ആ മഹാൻ ഖുർആനോദി സമൂഹത്തെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചവനാണ്. 22.5 കൊല്ലം ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയും 6 മാസം തലക്ക് വെളിവില്ല നടക്കുകയുമായിരുന്നില്ല. ഇതാണ്. അല്ല, ഇങ്ങനെ വിശ്വസിച്ച അള്ളാഹ് നമ്മളെ ശിക്ഷിക്കോ? നീ എന്തേ മുഹമ്മദ് നബിയെ 6 മാസം പൊട്ടനാക്കിയിരുന്നു എന്ന് പറഞ്ഞ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുവോ? അള്ളാന്റെ റസൂലിന് വട്ടുപിടിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈമാൻ കൂടുവോ? തഖ്വ കൂടുവോ? തൗഹീദ് കൂടുവോ? ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ചില ആൾക്കാർ പറയല് തുടങ്ങിയത് റസൂലുള്ളാഹിനെ എങ്ങനെയെങ്കിലാണ് മോശാക്കി തന്നെ. എന്നിട്ട് പിന്നെ അള്ളാഹ് എന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് ശരിയാണ് എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ഉൻദുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ, നബിയെ താങ്കൾ ഉദാഹരിച്ചത് നോക്കൂ.
ഫളല്ലു ഫലാ യസ്തതിഊന സബീല. അങ്ങനെ അള്ളാന്റെ റസൂലിന് മാരണം ബാധിച്ചു എന്ന് പറഞ്ഞവർ വഴികെട്ട് പോയിരിക്കുന്നു. ഫലാ യസ്തതിഊന സബീല, ഇനി നന്നാവാൻ പണിയാണ് എന്നാ. അപ്പൊ നമ്മൾ കാണുന്ന ചില ആൾക്കാരെ പോലെ ഫവല്ലു, അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് മോശം പറഞ്ഞ ആൾക്കാര്, അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചവർ, മഹാനായ അഷ്റഫുൽ ഖൽഖിന് 6 മാസം ബുദ്ധിക്ക് സ്ഥിരതയില്ലായിരുന്നു എന്ന് പറഞ്ഞവർ, ഫവല്ലു ഫലാ യസ്തതിഊന സബീല, അവർ വഴിപേച്ചു പോയിരിക്കുന്നു, ഇനി നന്നാകാൻ പറ്റൂല. എന്നാ ഇനി ഒരു ഉദാഹരണം ഞാൻ വേഗം പറഞ്ഞുതരാം. നബിനെ പറ്റി അവര് മക്കക്കാരും അല്ലാത്തവരും പല കളിയാക്കളും നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞു റസൂലുള്ളാഹി കവിയാണ്. ഇതൊക്കെ ഈ ഖുർആനും മറ്റൊക്കെ ചില കവിതകളാണ്, അസാതീറുൽ അവ്വലീന എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് അല്ലാഹു തആല ഇതുപോലെ രൂക്ഷമായ മറുപടി കൊടുത്തിട്ടില്ല. സൂറത്ത് യാസീൻ ഒന്ന് എടുത്തു നിങ്ങള്. അള്ളാന്റെ റസൂലിനെ പ്രതിരോധിച്ച അല്ലാഹ് ഇങ്ങനെ, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. അള്ളാന്റെ റസൂലിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അവിടത്തെ സ്ഥാനത്തിന് യോജിച്ചതല്ല. വമാ യംബഗീ ലഹു, അള്ളാന്റെ റസൂലിന്റെ സ്ഥാനത്തിന് യോജിച്ചല്ല റസൂൽ ഒരു കവിയായി നടക്കുക. ഇവര് പറയും അള്ളാന്റെ റസൂലിന്റെ സ്ഥാനത്തിന് യോജിച്ചാണ് തലക്ക് വട്ടുപിടിച്ച് കിടക്കൽ. അള്ളാഹ് പറയും കവിയായി നടക്കൽ പോലും അള്ളാന്റെ റസൂലിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല. വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. കുടുംബത്തിൽ ആരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അവർക്കാണ് പുണ്യമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ അറിയിക്കുകയാണ്. ഇതാണ് കുടുംബം. ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് സ്വർഗവുമായി ബന്ധപ്പെട്ടതും ആഖിറവുമായി ബന്ധപ്പെട്ടതുമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ബിർറുൽ വാലിദൈനിയാണ്, മാതാപിതാക്കളാണ്. കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനം മാതാപിതാക്കളാണ്. മാതാപിതാക്കളില്ലാത്ത കുടുംബമുണ്ടോ? ഉണ്ട്. ആരാണ്? ആധുനിക കുടുംബം. ആധുനിക കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും എന്റെ ഭാര്യയും, നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയും പിന്നെ ഒരു പട്ടിയും. ഇതാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ്. കുറച്ചു മുമ്പ് വരെ ഞാനും എന്റെ ഭാര്യയും 2 മക്കളും എന്നായിരുന്നു. ഈ ബന്ധത്തിലേക്ക് എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ കടന്നു വരുന്നത് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല, എന്റെ മക്കൾക്ക് ഇഷ്ടമില്ല. ഇഷ്ടല്ലേ? എന്നാ പിന്നെ അവർ പോയിട്ട് വൃദ്ധസദനത്തിൽ കഴിഞ്ഞുകൊള്ളട്ടെ. ഇതാ നമ്മുടെ മാതാപിതാക്കൾ. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഈ ആയത്ത് പരിചയമില്ലാത്ത മുസ്ലിം സഹോദരങ്ങളുണ്ടോ? وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. നോക്കൂ, അള്ളാഹ് പറഞ്ഞ എത്ര ഗൗരവമാണ്. അള്ളാന്റെ ഈ ഗൗരവം ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായത് കൂടുകയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് 150-ൽ പരം വൃദ്ധസദനങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിൽ 100ഉം സാക്ഷര കേരളത്തിലാണെന്ന് പറയുമ്പോ ഈ മതവും പ്രസ്ഥാനങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് യത്തീം ഖാനയിലേക്ക് കുട്ടികളില്ല, മറിച്ച് യത്തീം ഖാനകളൊക്കെ ഇന്ന് വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോലും വൃദ്ധന്മാരുണ്ട്. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു, മകനും മകളും അല്ലെങ്കിൽ മകനും മരുമകളും വീടിന്റെ തെണ്ണയിൽ കടത്തിയിട്ട് വീട് പൂട്ടിയിട്ട് ഒരു മാതാവിനെ തനിച്ചാക്കി കഴിക്കാൻ ആഹാരം കൊടുക്കാതെ 84 85 വയസ്സായ ഒരു പടുകിളവിയായ എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കാത്ത ഒരു മാതാവിനെ കൊണ്ടുപോയിട്ട് ഇട്ട് പോയി കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്ത് പേര് പറയും നമ്മൾ? എന്ത് പേര് പറയും? അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അന്ത്യനാൾ അടുക്കുമ്പോ സ്വന്തം പെണ്ണിനെ, സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വന്തം മാതാവിനെ തള്ളിപ്പറയുന്ന കാലഘട്ടം വരും. അങ്ങനെ വന്നാൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വന്തം ഭാര്യയെ സംതൃപ്തിപ്പെടുത്താം. അത് വിവിധങ്ങളായ രൂപങ്ങളിലായിരിക്കും. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ, സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ വയലന്റ് ആയിട്ട്, ഈ 2 രൂപത്തിൽ നടക്കുന്നുണ്ട്. നമുക്കിടയിൽ വളരെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാതാവിനെ അവജ്ഞയോടുകൂടി കാണുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അൽഖമ എന്ന സ്വഹാബി
അൽഖമ എന്ന സ്വഹാബി മരണത്തിന്റെ വെപ്രാളത്തിൽ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഈ സ്വഹാബിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം മരിക്കുന്ന സമയം ഇദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടിയിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി നിന്നതിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവുമുണ്ട്. അൽഖമ ചല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഖമ ചല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചല്ലൂ അൽഖമ എന്ന് പറഞ്ഞപ്പോ അൽഖമ എന്ന സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിഞ്ഞില്ല. ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മദീന പള്ളിയിലേക്ക് ചെന്നിട്ട് റസൂലിനെ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അൽഖമക്ക് കലിമത്ത് തൗഹീദ് ചൊല്ലാൻ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല. അൽഖമ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സഹാബിയാണ്, എല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്ന സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. അല്ലാഹുവിന്റെ റസൂൽ അൽഖമയുടെ വീട്ടിലേക്ക് ചെന്നു. അൽഖമയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞിട്ടും അൽഖമക്ക് ചൊല്ലാൻ കഴിയുന്നില്ല, നാവങ്ങ് പൊന്തുന്നില്ല.